ശ്രീധട്ട പമ്പ തീരത്ത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. നാളെ പരിപാടി നടക്കും. അപ്പോൾ എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനു, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ഇത് അവതരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കപ്പെടുന്നത് ഇത് നടത്തുന്ന ടൈമിംഗ് ആണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ആ സമയത്ത് നടത്തുന്നത് കൊണ്ടാണ് ഇതിനകത്തൊരു രാഷ്ട്രീയ മാനം വരുന്നത്. അല്ലാതെ ഈ പറയുന്ന ശബരിമല വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം സർക്കാരിന് മുന്നിൽ എപ്പോഴും ഉണ്ട്. ഈ സർക്കാർ എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശബരിമലയുടെ സമഗ്രമായ വികസനത്തിന് ഒരു ചർച്ച. 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതിൻ്റെ 3 സെക്ഷനുകളായിട്ടാണ് ഈ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അത് തന്നെ ആദ്യത്തെ സെക്ഷനിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് അതിൽ ചർച്ച. അതിനകത്ത് ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം, പരിസ്ഥിതി സംരക്ഷണം, തീർത്ഥാടകരുടെ ക്ഷേമം തുടങ്ങി സമഗ്രമായ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനിനെ പറ്റിയുള്ള ചർച്ചയാണ് ആദ്യ സെഷൻ. രണ്ടാമത്തെ സെഷനിലാണെങ്കിൽ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ എന്ന വിഷയത്തിലാണ്. കേരളത്തിലെ അതുപോലെ സമാന്തരമായി തന്നെ ശബരിമല പോലെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളെ കൂടി ശബരിമലയുടെ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി ഒരു ടൂറിസം, ആത്മീയ ടൂറിസം സർക്യൂട്ട്, ഇതിനെ പറ്റിയുള്ളതാണ് ചർച്ച. മൂന്നാമത്തെ സെഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്യുക, തിരക്ക് കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ, ഇങ്ങനെ 3 സെക്ഷനുകളായി ശബരിമലയുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനം ചർച്ച ചെയ്യുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3000-ഓളം പ്രതിനിധികളുണ്ട്. അതിൽ വിദേശത്തു നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പ്രതിനിധികളുണ്ട്. ഇതിനെല്ലാം പണം കണ്ടെത്തുന്നത് സ്പോൺസർമാരിലൂടെയാണെന്നാണ് പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. ശബരിമല വികസിക്കട്ടെ. പക്ഷേ ഇതെന്തുകൊണ്ട് ഈ സമയത്ത് നടത്തുന്നു? അപ്പോഴാണ് ഇതിനൊരു രാഷ്ട്രീയ മാനം വരുന്നത്. പരിപാടിയുടെ പേര് തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്നാണ്. അപ്പോൾ അതൊരു വലിയ പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന ഒരു പരിപാടി, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം. അപ്പോൾ ഇതിന് ആ ഒരു പേരിനോട് നീതി പുലർത്താൻ പറ്റുന്നുണ്ടോ? ഒരു ആഗോളതലത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കാനും ആ രീതിക്ക് പരിപാടി നടക്കും നാളെ. ഇതിപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ ഉദ്ദേശിച്ചത് കേരളത്തിൽ ഈ ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് തമിഴ്നാട്, തെലുങ്കാന, അതുപോലെ തന്നെ കുറച്ച് കർണാടക, ആന്ധ്രാപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ദർശനത്തിന്. അപ്പോൾ ഇവിടെ നിന്ന് സർക്കാർ തലത്തിലടക്കം പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഇതൊരു വലിയ പരിപാടിയായി സംഘടിപ്പിക്കുക, വലിയൊരു ഈവൻ്റാക്കി മാറ്റുക. കാരണം ശബരിമലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിക വരുമാനമായിട്ടും അതുപോലെ തന്നെ അവിടെ സ്പോൺസർഷിപ്പായിട്ടും എല്ലാം വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവന്ന് ശബരിമലയിലേക്ക് പരമാവധി സ്പോൺസർമാരെ എത്തിക്കുക, അവിടത്തേക്ക് പണം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളും നോക്കുന്നുണ്ടാവും. ഇതായിരുന്നു ലക്ഷ്യം വെച്ചത്. പക്ഷേ അതിനകത്ത് തമിഴ്നാട് മാത്രമാണ് കേരളത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചത്. അതും നമ്മുടെ ദേവസ്വം മന്ത്രി VN വാസവൻ നേരിട്ട് ചെന്നൈയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ് ഈ പരിപാടിയിലേക്ക് സംഘടിപ്പിച്ചത്. അതിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. കാരണം സനാതന ധർമ്മത്തെക്കുറിച്ച് എതിരായി സംസാരിക്കുന്ന സ്റ്റാലിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് വിശ്വാസത്തിനുള്ള വെല്ലുവിളി എന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ തമിഴ്നാട് മാത്രമാണ് സ്വീകരിച്ചത്. അത് സ്റ്റാലിൻ പങ്കെടുക്കുന്നില്ല. പകരം 2 മന്ത്രിമാരെ അയച്ചു. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇതിനോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. പ്രതിനിധികൾ ഉണ്ടാവാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഉണ്ടാവാം, പക്ഷേ സർക്കാർ തലത്തിൽ നിന്നൊരു പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തത് ഒരു തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം. പരിപാടിയുടെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമുണ്ടല്ലോ. അപ്പോൾ നടത്തുന്ന സർക്കാർ, അപ്പോൾ ഈ സർക്കാരിന് ഈ ഇതുകൊണ്ട് എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? ശബരിമല സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായ ഒരു വിഷയമാണ്. കാരണം യുവതീ പ്രവേശനം സംബന്ധിച്ചൊരു സുപ്രീം കോടതി വിധി വന്ന സമയത്ത് CPM എടുത്തത് യുവതീ പ്രവേശനമാവാം, അതിനു മുമ്പ് തന്നെ സത്യവാങ്മൂലവും അതേ രീതിയിലൊരു അനുകൂലമായ രീതിയിലൊരു സത്യവാങ്മൂലം ഈ CPM-ൻ്റെ മുൻ സർക്കാർ VS അച്യുതാനന്ദ സർക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുതന്നെ ഈ വിധി വന്ന സമയത്ത് CPM പ്രതീക്ഷിച്ച് അതൊരു നവോത്ഥാനമാകാം, സ്ത്രീ പ്രവേശനമാകാം എന്നൊരു നിലപാടാണ് എടുത്തത്. പക്ഷേ വളരെ പെട്ടെന്നാണ് അതിനെതിരെ ഒരു വലിയ പ്രതിഷേധം, സ്ത്രീകളടക്കം ഇറങ്ങി നാമജപ ഘോഷയാത്രകളും അടക്കമുള്ള പ്രതിഷേധം നടന്നു. അതിൽ CPM വല്ലാതെ കൈപ്പൊള്ളി. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ വലിയ തിരിച്ചടി കിട്ടി. അതോടൊപ്പം തന്നെ CPM-ൻ്റെ വലിയൊരു കോർ വോട്ട് ബാങ്കായിരുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് CPM-ൽ നിന്ന്
കുറച്ചുകൂടി അകലുകയും ചെയ്തു. അവരത് കുറച്ചുകൂടി ന്യൂനപക്ഷത്തെ ഈ CAA വിഷയത്തിൽ പോലെയുള്ള വിഷയം വന്നപ്പോൾ ന്യൂനപക്ഷത്തെ അടുപ്പിക്കാനുള്ള ശ്രമവും കൂടെ ആയതോടുകൂടി ഭൂരിപക്ഷം വല്ലാതെ CPM-ൽ നിന്ന് അകന്നു എന്നൊരു വിലയിരുത്തൽ അവർക്ക് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരുത്തണം, അതിലെന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് തന്നെ പറയാം. അത് വിജയിച്ചോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി വിജയിച്ചു. കാരണം NSS പോലൊരു സംഘടന CPM-മായി അല്പം അകൽച്ചയിലായിരുന്നു യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട്. NSS ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SNDP അതിൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ വളരെ ശക്തമായ നിലപാടാണ് ഇതിൽ ഉപാധികളൊന്നും ഇല്ലാതെ തന്നെ പങ്കെടുക്കുന്നു. ആകെ ഉള്ളത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്നുള്ളൊരു ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഇത് പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നവരെ ശക്തമായ ഭാഷയിൽ വെള്ളാപ്പള്ളി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തിലൂടെ അകന്നുപോയ ഭൂരിപക്ഷ വോട്ടിനെ എങ്ങനെ അടുപ്പിക്കാം എന്നൊരു CPM-ൻ്റെ ചിന്തയുടെ ഭാഗമായിട്ട് തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്താം. അപ്പോൾ ഇത് CPM-ൻ്റെ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് അയ്യപ്പ സംഗമം. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ബാക്കി കക്ഷികളെ ഇത് ബാധിക്കുക? ഇപ്പം BJP, കോൺഗ്രസ് പോലെയുള്ള കക്ഷികൾ ഇത് എന്തായാലും ഈ ഒരു പരിപാടി അവരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്? ഈ പരിപാടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസിനെ തന്നെയാണെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം അതെന്ന് വെച്ചാൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തു, പ്രതിപക്ഷം ചെന്ന് നിൽക്കുന്നു, ഇത്രയും സമര കോലാഹലങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു വിമർശനം വരും. ഇനി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാലും വിശ്വാസികളെയും വിശ്വാസ സമൂഹത്തെ അപമാനിക്കുന്നതാണെന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ അതിൽ വരാം. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഏറ്റവും ഒരു തന്ത്രപരമായ ഒരു സ്റ്റാൻഡ് എടുത്തത്. കാരണം നമ്മൾ 3 ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിക്കുന്നു. അതിൽ പ്രധാന യുവതീ പ്രവേശനവുമായി സംബന്ധിച്ച നിലപാട് മാറ്റം, അതുപോലെ തന്നെ യുവതീ പ്രവേശന സമയത്ത് രജിസ്റ്റർ ചെയ്ത കേസ്, ശബരിമലയുടെ വികസനത്തിന് ഫണ്ട് ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ മറുപടി പറഞ്ഞാൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു തന്ത്രപരമായ സ്റ്റാൻഡാണ് എടുത്തത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതും അവർക്കൊരു അവസരമായിട്ട് എടുക്കാം. അവരത് സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പന്തളത്ത് ഒരു ബദൽ സംഗമം പ്രഖ്യാപിച്ചത്. വിശ്വാസ സംരക്ഷണ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ബദൽ സംഗമം തന്നെ നടത്തുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെ ഭാഗം പന്തള കൊട്ടാരം സ്വാഭാവികമായിട്ട് ഇപ്പം ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തള കൊട്ടാരം പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് സർക്കാരിനോട് ദേവസ്വം ബോർഡിനോട് എതിർപ്പ് വ്യക്തമാക്കില്ല. അതിൽ പ്രധാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ 3 കുടുംബാംഗങ്ങൾ മരിച്ചു, അതിൻ്റെ അശുദ്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പന്തളത്ത് വെച്ച് ഒരു സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ഒരു വിശ്വാസ സംഗമത്തിന് അവർക്ക് അവരുടേതായ വോട്ട് ഉറപ്പിക്കാനുള്ള അവരുടെ വിശ്വാസികളെയും അവരിലേക്ക് എത്തിയ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രതിസന്ധിയിലായത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇതിന് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.